നോട്ടയ്ക്ക് വോട്ട് ചെയ്യാൻ സാധിച്ചില്ല. ഇലക്ഷൻ കമ്മീഷന്റെ വിവരക്കേടെന്ന് പി.സി. ജോർജ്. പി.സി. ജോർജിന്റെ സ്വന്തം വാർഡിൽ ബി.ജെ.പിക്ക് സ്ഥാനാർത്ഥിയില്ലായിരുന്നു. ഈരാറ്റുപേട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ആനിപ്പൊടി വാർഡിൽ കുടുംബസമേതമെത്തി വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പി.സി. ജോർജ്. ഈ തെരഞ്ഞെടുപ്പ് ശൈലിയിൽ എനിക്ക് വലിയ പരാതിയുണ്ട്. കാരണം ഇവിടെ രണ്ട് സ്ഥാനാർത്ഥി ഒരാൾ വോട്ട് ചെയ്യാവുന്നുള്ളൂ, അല്ലാതെ നോട്ടയ്ക്ക് വോട്ട് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ അവരെ വോട്ട് ചെയ്തത് വേറെ കാര്യം. ഇതൊക്കെ എന്തൊരു നിയമം ഇതുണ്ടാക്കി ഇലക്ഷൻ കമ്മീഷൻ വിവരക്കേട് കാണിക്കും. എനിക്ക് നോട്ടയ്ക്ക് വോട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ അവിടെ പോയി വോട്ട് ചെയ്യും, അതിന് അവകാശമില്ല. ഇത് വൃത്തികെട്ട തെരഞ്ഞെടുപ്പ് സംവിധാനമാണ്. ഈ കാര്യത്തിൽ എനിക്ക് പരാതിയുണ്ട്. ഞാൻ രണ്ട് സ്ഥാനാർത്ഥികളും എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥി വോട്ട് ചെയ്തത്, അത് വേറെ കാര്യം. പക്ഷേ നോട്ട വേണ്ട. ഞാൻ ചോദിച്ച ഇലക്ഷൻ റിട്ടേണിംഗ് ഓഫീസർ എല്ലാവരും നോട്ട ഇല്ലെന്നാണ്. രണ്ടുപേരും അവർക്ക് വോട്ട് ചെയ്യണമെന്നതിന് നിർബന്ധം ഇത്ര. ഒരു ജനാധിപത്യത്തിൽ വോട്ടവകാശം നോട്ടയാക്കാൻ അവകാശമുണ്ട്, അവസാദമാക്കാൻ അവകാശമുണ്ട്, അത് കൊടുക്കണം. വൃത്തികെട്ട സംവിധാനമാണെന്നാണ് എൻ്റെ അഭിപ്രായം. ബി.ജെ.പിക്ക് ഇവിടെ ഒരു സ്ഥാനാർത്ഥി ഇല്ലായിരുന്നു. അപ്പോൾ അതായത് ചോദ്യം, ബി.ജെ.പി സ്ഥാനാർത്ഥി അപ്പോൾ ഞാൻ ഇവിടെ വോട്ട് ചെയ്യണം പറ. നോട്ടയ്ക്കല്ലേ ചെയ്യാൻ പറ്റൂ? പക്ഷേ നോട്ടയ്ക്ക് വോട്ടില്ല. അതിൻ്റെ മര്യാദ എന്താ? ബി.ജെ.പി അല്ലാതെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി അംഗീകരിക്കാൻ ഞാനൊരു ബി.ജെ.പിക്കാരനെ എങ്ങനെ വേറെ പാർട്ടിക്ക് വോട്ട് ചെയ്യും പറ. അപ്പോൾ എനിക്ക് വോട്ട് രേഖപ്പെടുന്നത് അത് നോട്ടയ്ക്കല്ലേ രേഖപ്പെടുന്നത്? നോട്ടയില്ല, അതിൻ്റെ മര്യാദ എന്താ? മനസ്സിലായില്ല? അതിൻ്റെ മര്യാദ ഞാൻ ചോദിച്ചു. ഞാൻ ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥി വോട്ട് ചെയ്തത് വേറെ കാര്യം.